ഇവിടെ ഞാൻ ഈ തെയ്യത്തിൻ്റെ കഥ കിട്ടിയത് ഒന്ന് രാമായണം കളിക്കുന്ന തെയ്യങ്ങൾ. അപ്പോൾ അങ്ങനെ അണ്ടല്ലൂർക്കാവിൽ പലയിടങ്ങളിലായിട്ട് ദൈവത്താറ്, രാമൻ്റെ തെയ്യം, ശ്രീരാമത്തെയ്യം, ലക്ഷ്മണൻ അങ്കക്കാരൻ, പൂങ്കന്നി സീത, ഈ തെയ്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ഒരു കഥ, ഇതിൻ്റെ ഒരു ലെയർ ഓഫ് ദ തീം. അതിന് പാരലായിട്ട് രാമൻ്റെ വേഷം രാവണൻ്റെ വേഷം എടുക്കുന്ന രാമുണ്ണിയുടെ കഥയും സീതയുടെ വേഷം എടുക്കുന്ന പൂങ്കന്നിയുടെ കഥയും കൂടെ മെർജ് ചെയ്യുന്നുണ്ട്, പാരലായിട്ട് പോകുന്നുണ്ട്. അവരുടെ സോഷ്യലായിട്ടുള്ള സ്റ്റാൻഡ്, അവർ ജോലിക്കാരാണ്, പാടത്ത് പണിയെടുക്കുന്ന സാധുക്കളാണ്, അവർ തെയ്യവും കെട്ടും. അപ്പോൾ ഈ തെയ്യത്തിലെ അനുഭവവും ഓർഡിനറി ജീവിതത്തിലെ ലൈഫിലെ അനുഭവവും കഥാപാത്രങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖകഥയും ഇത് രണ്ടും മെർജ് ചെയ്ത്, ഈ രണ്ട് തീമും കൂടെ മെർജ് ചെയ്ത് ഒരു തീമായിട്ട് അത് നാടകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫോക്ക് ബേസ്ഡ് ആണെങ്കിൽ ഒരുപാട് ട്വിസ്റ്റുകളുള്ളൊരു പ്ലേ ആണ്. എന്നുവെച്ചാൽ കഥയ്ക്കകത്ത് തന്നെ ഒരുപാട് ട്വിസ്റ്റുകളാണ്. ആ ട്വിസ്റ്റുകളാണ് ഈ ഒരു പ്ലേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആര്യപുത്രനൊത്ത് നടക്കുമ്പോൾ ഘോര വിപിനമിതു പൂങ്കന്നിക്ക് സുരലോകം, അരക്കന്റെ അട്ടഹാസം, ഒരു പശുഗീതം. For the last 12 years, I have been with this group. When I was 14 years old, I joined here. So I completed my education with this group. I'm a postgraduate from Kerala University. So apart from that, I'm also a Mohiniyattam dancer. A regular routine training is there for music, kalari. Kalari makes our body very flexible. ഉലകിനെ മുഴുവൻ കൊള്ളയടിച്ചു കാലിപ്പാത്രമാക്കാൻ കരബലമാളും. ഞാനിതിൽ ചെയ്ത വേഷം എന്ന് പറയുന്നത് രാമുണ്ണി, അല്ലെങ്കിൽ പറങ്കി വേഷം കെട്ടുന്ന രാമുണ്ണിയാണ്ടാണ് അഭിനയിച്ചത്. ഞാൻ സോപാനത്തിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 25 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് തന്നെ പല മലയാള നാടകങ്ങളിലും സംസ്കൃത നാടകങ്ങളിലും, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഹിന്ദി നാടകത്തിൽ ഉത്തരരാമചരിതം ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ വളരെ ലീഡിങ് റോൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള വേഷം കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അത് എന്നോട് നന്ദി പറയേണ്ടത് എൻ്റെ ഗുരുവായ കാവാലം നാണപ്പണിക്കരോടാണ്. അദ്ദേഹം തന്നെയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നീ ആരാടാ ന്യായം പറയാൻ തെയ്യക്കാരാ? നീ ആരാടാ ന്യായം പറയാൻ തെയ്യക്കാരാ? പുറത്തേറി കുതിച്ചു വരുന്നുണ്ടേ, തീരത്തടുക്കുന്നുണ്ടേ പറങ്കിയാണേൽ ബലം മാത്രമല്ല മറിമായവും കാട്ടും. ഇപ്പം നമ്മൾ മോഡേൺ തിയേറ്റർ ചെയ്യുമ്പോൾ, ആധുനിക നാടകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമകാലീന നാടകം ചെയ്യുമ്പോൾ നമ്മുടെ ട്രഡീഷനിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് ഏതെങ്കിലും കലയെ അങ്ങനെ തന്നെ പറിച്ചു നടുക എന്നുള്ളതല്ല ഈ നാടക രൂപത്തിൻ്റെ ഒരു ഉദ്ദേശവും അതിൻ്റെ നമ്മുടെ ധാരണയതല്ല. നേരെ മറിച്ച് നമ്മുടെ അക്ഷരമാല, നാടകത്തിന് വേണ്ടുന്ന അക്ഷരമാല, ആൽഫബറ്റ്സ്, അതിൽ നമ്മൾ ചിലപ്പോൾ തെയ്യത്തിൻ്റെ സങ്കല്പങ്ങൾ എടുത്തുവന്നിരിക്കും, ഇതുപോലെയൊക്കെയുള്ള സങ്കല്പങ്ങൾ എടുത്തുവന്നിരിക്കും. വിഷ്വൽസ് ആസ് വെൽ ആസ് ദൃശ്യവുമുണ്ട്, ശാബ്ദികവുമുണ്ട്. ഇപ്പോൾ പാട്ടുകളുടെയൊക്കെ ചിലപ്പോൾ ട്യൂണിൻ്റെയും ഇതെല്ലാം അതിനെ ധ്വനിപ്പിക്കുകയുള്ളൂ, അതിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ അതിൻ്റെ എനർജി ഉൾക്കൊള്ളുക. അപ്പോൾ അതാണ് ഈ അക്ഷരമാല എന്ന് പറയുന്നത്.